മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ്. ചൊവ്വാഴ്ച വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് LDF-ഉം UDF-ഉം. കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജനും പറഞ്ഞു. രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ലാത്ത പോലെയാണ് കേരളത്തോടുള്ള സമീപനമെന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിനെതിരെ UDF ഒറ്റയ്ക്ക് സമരം ചെയ്യുമെന്നും വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്തിന്റെ കൈവശം ആവശ്യത്തിന് പണമുണ്ടെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. ചൂരൽമല, മുണ്ടക്കൈ, ഇന്ത്യ കണ്ട ദുരന്തങ്ങളിൽ വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് സംഭവിച്ചത്. അപ്പൊ നമ്മുടെ ദുരന്തം വന്നതിന് ശേഷം മറ്റു ചില സംസ്ഥാനങ്ങൾ ദുരന്തമുണ്ടായി. ആ സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേന്ദ്രം ധനസഹായം അനുവദിച്ചു. നല്ല കാര്യം, നമ്മളതിനെതിരല്ല. പക്ഷെ ആ സഹായം നമുക്ക് ലഭിക്കണ്ടേ? നമ്മളെന്താ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ? ഈ കേരളം എന്നത് പൂർണ്ണമായി തള്ളപ്പെടേണ്ട സംസ്ഥാനമാണോ? അപ്പൊ നമ്മുടെ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം എത്രത്തോളം വിവേചനപൂർണമായതാണ് എന്താണ് നാം കാണേണ്ടത്. നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തിന് വേണ്ടി വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന ഒരു നാടാണ് കേരളം. അത് കേന്ദ്രം മറക്കരുത്. കേന്ദ്ര സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ്, ആ ദുരന്തത്തിനിരയായ എല്ലാവരെയും നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കും. വയനാടിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന ഈ കേരളത്തോടുള്ള വലിയ അവഗണനയാണ്. കേരളം ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിട്ടും കേന്ദ്ര സംഘം പഠനം നടത്തിയിട്ടും ഇതുവരെ ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും ഇനി നൽകില്ല എന്നുള്ള അറിയിപ്പും ഞെട്ടലുളവാക്കിയാണ്. BJP സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. ഞങ്ങളത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗൗരവമായ ഒരു വിഷയമാക്കി മാറ്റും. ഇത് ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന തുകയല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെട്ട തുകയാണ്. SDRF കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. SDRF അല്ലാതെ തന്നെ സംസ്ഥാനത്തിന് ഉള്ളതാണ്. ബാക്കിയുള്ള ദുരന്തങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യേണ്ടതാണ്. മാത്രമല്ല, വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടത് SDRF അല്ല, സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. കേരള ഗവൺമെൻറ് ഗൃഹപാഠം ചെയ്ത് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടിയുള്ള ഫൈനൽ മെമ്മോറാണ്ടം സമർപ്പിക്കാത്തതുകൊണ്ടാണ്. കേരളത്തിൻ്റെ കയ്യിൽ പണമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചല്ലോ, എന്താണ് നിങ്ങൾക്ക് പണം ചെലവഴിക്കാനുള്ള തടസ്സം? വെറും വ്യാജ പ്രചരണമാണ്. പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും സർക്കാർ നടത്തിയിട്ടില്ല. സർക്കാരിന് വ്യക്തമായ ഒരു ചിത്രമേ ഇല്ല.